ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. രാവിലെ 2:45 ഞാനും റെക്സനും കൂടി നേരെ പോകുന്ന എയർപോർട്ടിലോട്ടാണ്. ഇവിടെ ഇന്ന് ജ്യോതി ചേച്ചി വരുന്ന ദിവസമാണ്. ജ്യോതി ചേച്ചി റെക്സൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങളായിട്ട് നല്ല കമ്പനിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജ്യോതി ചേച്ചിനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രഷായി ഞങ്ങളിപ്പോൾ നേരെ പോകുന്ന കൊല്ലത്തോട്ടാണ്. ഇവിടെ മീൻ ബൈ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ജ്യോതി ചേച്ചിയുടെ ഹസ്ബൻഡും മക്കളും ഹസ്ബൻഡ് അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ടേബിൾ ഓൾറെഡി നേരത്തെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും നേരത്തെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ജ്യോതി ചേച്ചിയുടെ ഹസ്ബൻഡും 3 മക്കളും. ജ്യോതി ചേച്ചി ഇന്നാണ് വരുന്നത്. ഇത് ഏറ്റവും ഇളയ ആളാണ് കേട്ടോ. ഇവൻ്റെ പേര് ജോർജ് എന്നാണേ. പിന്നെ അനഘമോള് ഇത് ഏറ്റവും മൂത്ത ആളാണ്. പിന്നെ ഇതാണ് നടുക്കഷ്ണം. ഇവൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. ഭയങ്കര കുറുമ്പനാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ ഇവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര നാണമായിരുന്നു. ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റാർട്ടേഴ്സ് പതുക്കെ വന്നു തുടങ്ങി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് സംഭാരം പാനിപ്പൂരി ആയിരുന്നു. അനഘമോൾക്ക് അത് നല്ല ഇഷ്ടമായി കേട്ടോ. അവൾ നല്ല എൻജോയ് ചെയ്ത് അത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവൻ കണ്ടില്ലേ, പ്രസാദം വാങ്ങിക്കുന്ന പോലെ 2 കൈ നീട്ടി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജ്യോതി ചേച്ചി അതിൽ ഫില്ല് ചെയ്ത് അവന് കൊടുത്തു. അവനത് ആദ്യം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കടിച്ച് അവൻ ഇറക്കി. അവനും അത് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇളയ ആൾക്ക് കൊടുത്തു. അയാളുടെ വായിക്ക് ആ പാനിപ്പൂരി ഭയങ്കര വലിയ സൈസായിരുന്നു. പക്ഷെ അവനത് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. അവൻ പകുതിയേ അത് കഴിച്ചുള്ളൂ. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അവൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു യുണീക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തു കേട്ടോ.